ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബയോളജിയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് എ. ഓൾറെഡി ഫിസിക്സ് നമ്മളെ മോഡൽ ചോദ്യ പേപ്പറിലെ സെറ്റ് എ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ദിവസം വർക്കൗട്ട് ചെയ്ത് അതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബയോളജിയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ബയോളജി നിങ്ങളെല്ലാവരും ഒരു റൗണ്ടെങ്കിലും പഠിച്ചു കഴിഞ്ഞ് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എപ്പോഴും ചോദ്യ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടാത്ത ടെൻഷനൊക്കെ കയറി വന്നെന്ന് വരാം. കാരണം ഈ ഒരു ചോദ്യ പേപ്പർ നോക്കിയിടത്തോളം കുറച്ച് ഈസിയാണ്. നമ്മുടെ ടേം 2-ൻ്റെ അത്രയും ബുദ്ധിമുട്ടിപ്പിക്കുന്നൊരു ചോദ്യ പേപ്പറായിട്ട് ഈ ഒരു മോഡൽ ചോദ്യ പേപ്പർ എനിക്ക് തോന്നിയില്ല. സോ ഫൈനൽ എക്സാമിന് എങ്ങനെയായിരിക്കും നമുക്കറിയില്ല, എങ്കിലും നമ്മൾ എല്ലാത്തിനും പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ പഠിക്കുമ്പോൾ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി തന്നെ പഠിക്കുക. സമയം കളയുന്നില്ല, നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യ പേപ്പർ വർക്കൗട്ട് ചെയ്യാം. 40 മാർക്ക്, 1.5 മണിക്കൂർ. ഒന്നാമത്തെ ചോദ്യം: ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ഓഫ് ഡിഫറൻറ്റ് RNAs ആൻഡ് ചൂസ് ദ കറക്റ്റ്ലി ലേബിൾഡ് ഓപ്ഷൻസ്. കാണുമ്പോൾ തന്നെ അറിയാം, RNA തന്നിട്ടുണ്ട്. RNA 3 തരത്തിലുണ്ടെന്ന് നിങ്ങൾക്കറിയാം: mRNA, tRNA, rRNA. പേരാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫിഗർ പഠിക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്കൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങൾ ചിലപ്പോൾ പഠിക്കാൻ ശ്രദ്ധ കൊടുത്തിട്ടുണ്ടാവില്ല. കൊടുത്തോളണം, ചോദിക്കാം. അപ്പോൾ ഈ ആദ്യം കാണുന്നത് മെസ്സഞ്ചർ RNA ആണ്, ബി കാണുന്നത് ട്രാൻസ്ഫർ RNA ആണ്, സിയിൽ കാണുന്നത് റൈബോസോം RNA ആണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് സി ആണ്. എ മെസ്സഞ്ചർ RNA, ട്രാൻസ്ഫർ RNA, സി റൈബോസോം RNA. രണ്ടാമത്തെ ചോദ്യം: വിച്ച് സെൽ ഫോംസ് ദ മൈലിൻ ഷീറ്റ്? മൈലിൻ ഷെൽ ഫോം ചെയ്യുന്നത്, വിച്ച് സെൽസ് ഫോം ദ മൈലിൻ ഷീറ്റ്? മൈലിൻ ഷീറ്റ് ഫോം ചെയ്യുന്ന സെൽസ് ഏതൊക്കെയാണ്? അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഇത് കാണുമ്പോൾ ആദ്യത്തെ നിങ്ങൾ ഒളിഗോഡെൻഡ്രോസൈറ്റ് മാത്രം എഴുതി വെച്ചേക്കും. പക്ഷെ ചോദിച്ചു വെച്ചിട്ട് സെൽസ് എന്നാണ്. അപ്പോൾ ഒന്നിലധികം പേരുണ്ട്. കാരണം ഇവിടുത്തെ ഷ്വാൻ സെല്ലുകൾക്കും എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? മൈലിൻ ഷീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരെണ്ണം എഴുതിയാൽ 1/2 മാർക്കേ കിട്ടത്തുള്ളൂ. 1 മാർക്ക് കിട്ടണമെങ്കിൽ 2 എഴുതണം. അപ്പോൾ ഒളിഗോഡെൻഡ്രോസൈറ്റുകൾക്കും ഷ്വാൻ സെല്ലിനും മൈലിൻ ഷീറ്റ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ചോദ്യം വായിക്കുമ്പോൾ ശ്രദ്ധ കൊടുക്കണം. മൂന്നാമത്തെ ചോദ്യം: മാച്ച് ദ ഫോളോയിങ് ഇൻ ദ കോളം എ വിത്ത് ദ ഇൻഫർമേഷൻ ഇൻ ദ കോളം ബി ആൻഡ് ചൂസ് ദ കറക്റ്റ് വൺ എന്നാണ്. അപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആണ്. ഇൻസെക്റ്റ്, അതിൻ്റെ സെൻസറി മെക്കാനിസമാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻസെക്റ്റുകൾക്കാണെങ്കിൽ അത് ഒമാറ്റിഡിയാണ്, സ്നേക്കിലാണെങ്കിൽ അത് ജേക്കബ്സൺസ് ഓർഗനാണ്, യൂഗ്ലീഡിലുള്ളത് ഐസ്പോട്ടാണ്. അപ്പോൾ പി വരുന്നത് 4 ആണ്. പി വരുന്നത് 4 2 ഓപ്ഷൻസ് ഉണ്ട്. ക്യൂ വരുന്നത് 1 ആണ്, ക്യൂ വരുന്നത് 1. സോ ബി ആണ് ഉത്തരം. 6 വരുന്നത് 2. സോ ബി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. സിമ്പിൾ ചോദ്യം. നാലാമത്തെ ചോദ്യം: വിച്ച് ആർ ദ പാർട്സ് ഓഫ് ദ വെസ്റ്റിബുലാർ സിസ്റ്റം? വെസ്റ്റിബുലാർ സിസ്റ്റത്തിൻ്റെ പാർട്ട് ഏതാണ്? വെസ്റ്റിബുലാർ സിസ്റ്റത്തിൽ എന്തായാലും കോക്ലിയ വരത്തില്ല എന്നുള്ള കാര്യമെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സെമി സർക്കുലാർ കനാലുകൾ വരും, വെസ്റ്റിബ്യൂൾ വരും, അതുപോലെ ഹെയർ സെല്ലും വരും. കാരണം ബേസിലാർ മെമ്പറേയും വരത്തില്ല. സോ സി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്, അല്ലേ? വെസ്റ്റിബുലാർ സിസ്റ്റം ഒക്കെ നമ്മൾ വളരെ നല്ല രീതിയിൽ പടമൊക്കെ വരച്ച് പഠിച്ചതാണ്. ക്ലാസ്സൊക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. കണ്ടിട്ടില്ലാത്തവരാണ്, മറന്നുപോയവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ക്ലാസ്സസ് റെഫർ ചെയ്യാം. അഞ്ചാമത്തെ ചോദ്യം: ആൻ ഇല്ലസ്ട്രേഷൻ ഓഫ് എ സ്റ്റേജ് ഇൻ ദ പ്രോസസ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ് വിത്തിൻ എ സെൽ ഈസ് ഗീവൻ. ഒബ്സർവ് ഇറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. പ്രോട്ടീൻ സിന്തസിസിൻ്റെ ഒരു സ്റ്റേജ് ആണ് കണ്ടിട്ടുള്ളത്. കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഏത് സ്റ്റേജ് ആണെന്ന്, അല്ലേ? ഐഡന്റിഫൈ ദ നെയിം ഓഫ് ദ സ്റ്റേജ് ഓഫ് ദ പ്രോട്ടീൻ സിന്തസിസ്. ഏത് സ്റ്റേജ് ആണ്? അതായത് ട്രാൻസ്ക്രിപ്ഷൻ ആണ്, അല്ലേ? എന്താണ്? ട്രാൻസ്ക്രിപ്ഷൻ ആണ് ഇവിടെ കണ്ടിട്ടുള്ളത്, അല്ലേ? അത്രയല്ലേ പറയുന്നുള്ളൂ, സ്റ്റേജ് ചോദിച്ചിട്ടുള്ളൂ. വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ മോളിക്യൂൾ ലേബിൾഡ് ആസ് എക്സ് ഇൻ ദ പ്രോട്ടീൻ സിന്തസിസ്? എക്സ് എന്ന് ലേബിൾ ചെയ്തിരിക്കുന്ന ഇതാണ്. ഇതാരാണ്? ഇത് മെസ്സഞ്ചർ RNA. മെസ്സഞ്ചർ RNA ആണ്. വാട്ട് ഈസ് ദ റോൾ ഓഫ് മെസ്സഞ്ചർ RNA? ഇറ്റ് കോപ്പി ദ DNA, അല്ലെ? ഇറ്റ് കോപ്പി ദ DNA. DNA എന്ത് ചെയ്യും? കോപ്പി ചെയ്യുന്നത് മെസ്സഞ്ചർ RNA ആണ്. എന്നിട്ടാണ് ഇത് റൈബോസോമിൽ കൊണ്ടുപോയിട്ട് കൊടുക്കുന്നത്. അടുത്ത ആറാമത്തെ ചോദ്യം: എയും ബിയും ഉണ്ട്. എ രണ്ടിലുള്ള ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എഴുതിയാൽ മതി. 6 എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ ബ്ലൈൻഡ്നെസ് അഫക്റ്റ് മെയിൽസ് മോർ ഫ്രീക്വൻലി. സിമ്പിളാണ്, അല്ലേ? കാരണം കളർ ബ്ലൈൻഡ്നെസ്സിന് കാരണമായിട്ടുള്ളത് X ക്രോമസോമാണ്. പുരുഷന്മാരിൽ 1 X ക്രോമസോമേ ഉള്ളൂ. സ്ത്രീകളിലാണെങ്കിൽ 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഒരെണ്ണം ഡിഫക്റ്റീവ് ആയാലും മറ്റൊന്ന് ഫംഗ്ഷൻ ആയിരിക്കും. പുരുഷന്മാർക്ക് 1 ഉള്ളൂ. അതുകൊണ്ട് അത് ഡിഫക്റ്റീവ് ആയാൽ കളർ ബ്ലൈൻഡ്നെസ് വരും. അതാണ് ഇവിടുത്തെ ഉത്തരവ് എന്ന് പറയുന്നത്. കോൺ സെൽസ് പ്രൊവൈഡ് കളർ വിഷൻ. ഗീവ് റീസൺ. കോൺ സെൽസ് എന്ന് പറയുമ്പോഴത്തേക്കും കളർ വിഷൻ കൊടുക്കും. കോൺ സെൽസ് 3 എണ്ണം ഉണ്ട്, അല്ലേ? S കോൺ ഉണ്ട്, M കോൺ ഉണ്ട്, L കോൺ ഉണ്ട്. സ്മോളർ വേവ് ലെങ്ത് ലൈറ്റ്സ് വരുന്നത് S കോണിലാണ്. മീഡിയം വേവ് ലെങ്ത് ലൈറ്റിനെ അനലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് M കോണാണ്. ലാർജ് വേവ് ലെങ്ത് വരുന്ന റെഡിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് L കോണാണ്. ഇത് മൂന്നിനെയും ഏത് രീതിയിലാണ് ലൈറ്റ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും കളർ സെൻസേഷൻ നമുക്ക് കിട്ടുന്നത്. ഇത് ഇംഗ്ലീഷിലോട്ട് എഴുതാനും നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഉത്തരവ് എന്ന് പറയും. ഇനി 6B ആണ് എഴുതുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു 6Aയേക്കാളും കുറച്ചുകൂടി എളുപ്പം B ആണെന്ന് തോന്നുന്നു, അല്ലേ? അനലൈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദ 2 ഫ്ലൂയിഡ്സ് ഇൻ ദ ഐ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. A watery fluid, B a jelly like fluid. Analyze the statement about the 2 fluids and
ആൻസർ ദ ക്വസ്റ്റ്യൻ എന്താണ്? ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ഫ്ലൂയിഡ് എ ആൻഡ് ബി. എ എന്ന് പറയുന്നത് എന്താണ്? വാട്ടറി ഫ്ലൂയിഡ് ആണ് അല്ലെ? അതെന്താണ്? അക്വസ് ഹ്യൂമർ ആണ് അല്ലെ? ഏതാണ്? അക്വസ് ഹ്യൂമർ ആണ്. ജെല്ലി ലൈക്ക് ആണെങ്കിൽ എന്തായിരിക്കും? വിട്രിയസ് ഹ്യൂമർ ആണ് അല്ലേ? നമ്മുടെ കണ്ണിൽ പഠിച്ചതാണ്. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദീസ് ഫ്ലൂയിഡ്സ്? അക്വസ് ഹ്യൂമറിൻ്റെ 2 ഫംഗ്ഷൻസ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഒന്ന് നമ്മുടെ കണ്ണിൻ്റെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും രണ്ടാമത്തെ എന്താണ്? ന്യൂട്രിയൻസ് കൊടുക്കുക എന്നുള്ളത്. വിട്രിയസ് ഹ്യൂമറിൻ്റെ ജോലി എന്താണ്? നമ്മുടെ ഐയുടെ ഷേപ്പ് നിലനിർത്തുക എന്നുള്ളതാണ് വിട്രിയസ് ഹ്യൂമറിൻ്റെ ജോലി എന്ന് പറയുന്നത്. എഴുതാൻ പറ്റുമല്ലോ. 7. ഒബ്സർവ് ദ പോസ്റ്റർ ഡിസ്പ്ലേഡ് അറ്റ് ദ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. യൂസ് വാക്സിൻ ആസ് എ വെപ്പൺ ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ഡിസീസ്. ഹൗ ഡസ് എ വാക്സിൻ ബിക്കം എ വെപ്പൺ ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ഡിസീസ്? ബിക്കോസ് എങ്ങനെ നമ്മൾ പറയും? വാക്സിൻസ് കണ്ടെയ്ൻസ് അല്ലേ? വാക്സിൻസിനകത്ത് എന്തുണ്ട്? വാക്സിൻസിനകത്ത് ഒന്നുകിൽ ഡെഡ് ആയിട്ടുള്ള പാത്തോജൻസ്, അല്ലെങ്കിൽ പാർട്ട് ഓഫ് ദ പാത്തോജൻസ്, അല്ലെങ്കിൽ ഇൻആക്റ്റീവ് ആയിട്ടുള്ള പാത്തോജൻസ് ഉണ്ട്. ഇത് നമ്മുടെ ബോഡിയിലേക്ക് പോകുമ്പോൾ ഇത് നമ്മൾ എന്തിനെ ആക്ടിവേറ്റ് ചെയ്യും? ഇറ്റ് വിൽ ആക്ടിവേറ്റ് അവർ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലേ? നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. കാരണം നോർമലി ഈ പറയുന്ന പാത്തോജൻസ് ആണ് വരുന്നതെങ്കിൽ അവരെ പ്രതിരോധിക്കാനുള്ള ആൻറ്റിബോഡിയെ കൊണ്ടായി വരുന്ന സമയം കൊണ്ട് തന്നെ അത് ബോഡിയെ മൊത്തത്തിൽ എഫക്റ്റ് ആയിട്ടുണ്ടാവും. സോ നമ്മൾ നേരത്തെ തന്നെ ഡെഡായതോ അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്നതിൻ്റെ പാർട്ടോ അല്ലെങ്കിൽ നിർവീര്യമാക്കിയതോ ആയിട്ടുള്ള പാത്തോജനുകളെ ബോഡിയിലേക്ക് കൊടുക്കുമ്പോൾ അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്ത് ആൻറ്റിബോഡീസ് ഉണ്ടാക്കി വയ്ക്കും. ആ ആൻറ്റിബോഡീസ് ആവശ്യമുള്ളപ്പോൾ പിന്നീടൊരു സാഹചര്യത്തിൽ പെട്ടെന്ന് പ്രവർത്തിക്കും. സോ അസുഖം വരാതെ ഇരിക്കും. 8A. Analyze the given indicators about a disease and answer the questions. Mosquito borne disease ആണ്. അഫക്റ്റഡ് പാർട്ട് ഓഫ് ദ ബോഡി സ്വെൽസ് ആണ്. അപ്പോൾ നമുക്കറിയാം എന്താണത്? അത് ഫൈലേറിയാസിസ് ആണ് അല്ലെ? അതേതാണ്? അത് ഫൈലേറിയാസിസ് ആണ്, അഥവാ മന്താണ്. സോ നെയിം ദ ഡിസീസ് ഫൈലേറിയാസിസ്. വിച്ച് മൊസ്കിറ്റോ സ്പ്രെഡ് ചെയ്യുന്ന മൊസ്കിറ്റോ ഏതാണ്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മൾ ഫയൽ കൊടുക്കാൻ ക്യൂവിൽ നിൽക്കും. അപ്പോൾ ക്യൂലെക്സ് മൊസ്കിറ്റോ ആണിത് പരത്തുന്നത് അല്ലേ? ക്യൂലെക്സ് മൊസ്കിറ്റോ ആണിത് പരത്തുന്നത്. വൈ ഡസ് ദ അഫക്റ്റഡ് പാർട്ട് ഓഫ് ദ ബോഡി സ്വെൽ? എന്തുകൊണ്ടാണ്? ബിക്കോസ് ദ ഫൈലേറിയൽ വേർബ് അല്ലേ? ഫൈലേറിയൽ വേർബ് എന്ത് ചെയ്യും? വിൽ ബ്ലോക്ക്. ഫൈലേറിയൽ വേർബ് എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും. എന്തിനെ? നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിനെ. നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിന് എന്ത് ചെയ്യും? ഫൈലേറിയൽ വേർബ് ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ടാണ് ആ ഭാഗം തടിച്ച് വരുന്നത്. 8ാമത്തെ ചോദ്യം. 8B. എയോ ബിയോ എഴുതിയാൽ മതി. Analyze the given statement about a disease and answer the questions. A condition in which cells multiply through abnormal and uncontrolled cell division and spread to other parts of the body. എന്താണ്? ക്യാൻസർ ആണ്. How does this disease spread to other parts of the body? Through blood അല്ലെ? Through blood and lymph അല്ലെ? ബ്ലഡിലൂടെയും ഈ പറയുന്ന ലിംഫിലൂടെയും ഒക്കെ എന്ത് പറ്റും? ഈ പറയുന്ന ക്യാൻസർ സെല്ലുകൾ മറ്റു ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യാം. വാട്ട് ആർ ദ കോസസ് ഓഫ് ദിസ് ഡിസീസ്? അൺകൺട്രോൾഡ് അല്ലെ? കോസസ് ഓഫ് ദിസ് ഡിസീസ്, ഈ പറയുന്ന ക്യാൻസറിൻ്റെ കോസസ് നമുക്ക് പല കാര്യങ്ങൾ പറയാം. മ്യൂട്ടേഷൻ പറയാം, എക്കോളജിക്കൽ ചേഞ്ച് പറയാം. ഇതിൻ്റെ ആൻസർ കീ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ താഴെ തന്നെ ആൻസർ കീയും കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് എഴുതി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കീ നോക്കാതെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഏതാണ്? ആ എക്കോളജിക്കൽ ചേഞ്ച് വരുന്നുണ്ട്. പറയുന്ന മ്യൂട്ടേഷൻ എന്ത് വേണമെങ്കിലും നമുക്കിവിടെ പറയാം. 9. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ബൈ അനലൈസിങ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ? ഇപ്പോൾ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ചോദ്യങ്ങളുടെ ഉത്തരം പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. 1. DNA finger printing is a technology used to identify individuals by analyzing the arrangement of the nucleotides. How can an individual be identified using the fingerprint technology? DNA fingerprinting വെച്ചിട്ട് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ഈ പറയുന്ന ന്യൂക്ലിയോറ്റൈഡ് സീക്വൻസ് എന്ന് പറയുന്നത് will be different in each individual. അത് ഓരോ വ്യക്തിക്കും ഈ ന്യൂക്ലിയോറ്റൈഡിൻ്റെ സീക്വൻസ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. So by comparing or by analyzing the sequence, we can identify an individual. What are the 2 uses of this technology? DNA fingerprinting technology എന്താണ്? ഒന്ന്, ഈ പറയുന്ന കൾപ്രിറ്റുകളെ പിടിക്കാൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പാരൻറ്റിൻ്റെ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന ഫോസിൽ എവിഡൻസുകളെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതിലേതെങ്കിലും 2 എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും. 5 to 15 6x3 കൂടിയ മാർക്ക് ചോദ്യങ്ങളാണ്. 10A നമ്മുടെ മെൻ്റൽ എക്സ്പെരിമെൻ്റ്. അതിൽ നിന്നൊരു ചോദ്യം എന്തായാലും നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. പാരൻ്റ് പ്ലാന്റ് ഉണ്ട്. അതിൽ GG എന്ന് പറയുന്നതാണല്ലോ ഇവിടുത്തെ 2 അലീലുകൾ എന്ന് പറയുന്നത് അല്ലേ? ഇവിടുത്തെ GG എന്ന് പറയുന്നത് കറക്റ്റ് പറഞ്ഞാൽ ഫാക്ടേഴ്സ് ആണ് അല്ലേ? രണ്ട് ഫാക്ടർ ഉണ്ട്. മെൻ്റൽ അങ്ങനെയല്ലേ പറയാം, 2 ഫാക്ടർ ഉണ്ട്.
അതിൽ ഗ്രീനും യെല്ലോയും എന്ന് പറയുന്നത് എന്താണ്? അലീലുകളാണ് അല്ലേ? ഗ്രീനും യെല്ലോയും എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വ്യത്യസ്തമായിട്ടുള്ള അലീലുകൾ. രണ്ടും കൂടി ചേരുന്നു, ഗ്യാമേറ്റ് ആകുമ്പോഴത്തേക്ക് അത് ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റ് അല്ലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒറ്റയ്ക്ക് വരുന്നു. അതായത് 2 ജിയിൽ നിന്ന് 1 ജി വരുന്നു, തമ്മിൽ ചേരുന്നു. നമുക്കറിയാം ഇവിടെ ക്യാപിറ്റൽ ജി സ്മോൾ ജി ആണ് ഇവിടെ ഉണ്ടാകുന്ന ഫസ്റ്റ് ജനറേഷൻ F1 ജനറേഷൻ. അവിടെ ക്യാപിറ്റൽ ജി എന്ന് പറയുന്നതായിരിക്കുമല്ലോ ഡോമിനൻ്റ്. അപ്പോൾ ഡോമിനൻ്റ് എന്ന് പറയുന്ന ഗ്രീൻ പോഡല്ലേ. അപ്പോൾ ഗ്രീൻ ആയിട്ടുള്ള പോഡ്, അതായത് ഗ്രീൻ ആയിട്ടുള്ള വിത്ത് വരുന്ന ചെടികളായിരിക്കും ഇവിടെ എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത്. ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ദ ഫീനോടൈപ്പ് ആൻഡ് ജീനോടൈപ്പ് ഓഫ് F1 ജനറേഷൻ. അതെന്താ ഫീനോടൈപ്പ്? ഫീനോടൈപ്പ് എന്ന് വെച്ചാൽ നമുക്കറിയാം അല്ലേ, ഒബ്സർവബിൾ ക്യാരക്ടർ. അപ്പോൾ ഈ പറയുന്ന ചെടി ഒബ്സർവ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? അത് ഗ്രീൻ പോഡുള്ള ചെടിയായിരിക്കും. സോ ഒബ്സർവബിൾ ക്യാരക്ടറായ ഫീനോടൈപ്പ് ഗ്രീൻ പോഡാണ്. ജീനോടൈപ്പ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? അതിൻ്റെ ജനറ്റിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിനകത്ത് ക്യാപിറ്റൽ ജിയും സ്മോൾ ജിയും ഉണ്ടാവും. ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മാർക്ക് കിട്ടും. ഓക്കെ, ഇല്ലസ്ട്രേറ്റ് ദ സെൽഫ് പോളിനേഷൻ ഓഫ് ദ F1 ജനറേഷൻ. F1നെ സെൽഫ് പോളിനേറ്റ് ചെയ്യുന്ന ഇല്ലസ്ട്രേഷൻ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വരയ്ക്കാം. അപ്പോൾ നമുക്കറിയാം ക്യാപിറ്റൽ ജി സ്മോൾ ജി, നമ്മൾ സെൽഫ് പോളിനേറ്റ് ആണല്ലോ ചെയ്യുന്നത്. ക്യാപിറ്റൽ ജി സ്മോൾ ജി, ഇതിൽ നിന്ന് 2 ഗ്യാമേറ്റ് ഉണ്ടാവും, ക്യാപിറ്റൽ ജിയും സ്മോൾ ജിയും. ഇവിടെ നിന്നും 2 ഗ്യാമേറ്റ് ഉണ്ടാവും, ക്യാപിറ്റൽ ജിയും സ്മോൾ ജിയും. ഈ ക്യാപിറ്റൽ ജി ഇതുമായിട്ട് ഫോം ചെയ്താൽ ഉണ്ടാവുന്ന ജനറേഷൻ ക്യാപിറ്റൽ ജി. ഇവനുമായിട്ട് ചേർന്നാൽ ഉണ്ടാവുന്നത് ക്യാപിറ്റൽ ജി സ്മോൾ ജി. ഇവനുമായിട്ട് ഉണ്ടാവുന്നത് സ്മോൾ ജി ക്യാപിറ്റൽ ജി. ഇവനുമായിട്ട് ഉണ്ടാവുന്നത് സ്മോൾ ജി. അപ്പോൾ F1 ജനറേഷൻ F2 ജനറേഷൻ നോക്കിക്കഴിഞ്ഞാൽ 3 ചെടികൾ എന്ന് പറയുന്നത് ഗ്രീൻ ആയിരിക്കും, 1 ചെടി എന്ന് പറയുന്നത് എന്തായിരിക്കും? യെല്ലോ ആയിരിക്കും അല്ലേ? F2 ഇത് യെല്ലോ അല്ലേ? യെല്ലോ കളർ പോഡായിരിക്കും. സോ റേഷ്യോ 3:1. ഇങ്ങനെ വരച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമല്ലോ? പറ്റണം. 10B, ഒബ്സർവ് ദ ഡൈ ഹൈബ്രിഡ് ക്രോസ് കണ്ടക്റ്റഡ് ബേസ്ഡ് ഓൺ ദ ഹൈറ്റ് ഓഫ് ദ പീ പ്ലാന്റ് ആൻഡ് ദ കളർ ഓഫ് ദ പോഡ്. 2 ക്യാരക്ടേഴ്സ് ഒരുമിച്ചെടുത്ത് നമ്മൾ പോളിനേറ്റ് അല്ലെങ്കിൽ ഹൈബ്രിഡൈസ് ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ എന്താ ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡൈ ഹൈബ്രിഡ് ക്രോസ് ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്കറിയാം ക്യാപിറ്റൽ ടി സ്മോൾ ജി. ഇതും അറിയാമല്ലോ, സെപ്പറേറ്റ് ആയിട്ട് അല്ലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കും നമ്മൾ ഗ്യാമേറ്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഗ്യാമേറ്റ് ഉണ്ടായി ക്യാപിറ്റൽ ജി സ്മോൾ ജി. F1 ജനറേഷൻ എങ്ങനെയായിരിക്കും? ക്യാപിറ്റൽ ടി സ്മോൾ ജി ആയിരിക്കും ഇവിടുത്തെ F1 ജനറേഷൻ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ലെറ്റർ 2 ഉണ്ട്. സോ ഈ ചെടികൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് ടോളും അതുപോലെ തന്നെ എന്തായിരിക്കും? ഗ്രീൻ കളറുള്ള പോടുള്ള ചെടികളുമായിരിക്കും. വാട്ട് ഈസ് ദ ഫീനോടൈപ്പ് ആൻഡ് ജീനോടൈപ്പ്? ഫീനോടൈപ്പാണ് ഞാൻ എന്താ ഇപ്പോൾ എഴുതിയത്, ടോള് ഗ്രീന്. ജീനോടൈപ്പാണ് ഞാൻ എന്താ എഴുതിയ ഇത്. ഓക്കെ, പിന്നെ F1 ജനറേഷൻ ഈ സെൽഫ് പോളിനേറ്റഡ്. ഇതിന് നമ്മൾ സെൽഫ് പോളിനേറ്റ് ചെയ്തു. അപ്പോൾ സെൽഫ് പോളിനേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കറിയാം അല്ലെ എന്താണ്? ക്യാപിറ്റൽ ടി അല്ലേ? ഇതിപ്പോൾ നമുക്ക് സെൽഫ് പോളിനേറ്റ് ചെയ്യുമ്പോഴത്തേക്കും വലിയ പാടാണ്. ക്യാപിറ്റൽ ജി സ്മോൾ ജി, ക്യാപിറ്റൽ ടി സ്മോൾ ജി. ഇതിൽ നമുക്ക് എന്ത് ചെയ്യും? ഓരോന്നായിട്ട് നമ്മൾ പോളിനേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്? നമ്മൾ പന്നറ്റ് സ്ക്വയർ ഒക്കെ വരച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വരയ്ക്കാൻ ചോദിച്ചാൽ അത് ഒരിക്കലും ചോദിക്കാൻ ചാൻസ് ഇല്ല F2 ജനറേഷൻ ചെയ്യാനായിട്ട്. പക്ഷെ എന്ത് ചോദിക്കും? വാട്ട് ന്യൂ ട്രൈറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ F2 ജനറേഷൻ ദാറ്റ് ആർ ഡിഫറൻറ്റ് ഫ്രം ദ പാരൻറ്റ്. അതായത് പാരൻറ്റിനേക്കാൾ വ്യത്യസ്തമായിട്ട് ഈ പറയുന്ന F2 ജനറേഷനിൽ അല്ലേ നമ്മൾ 9:3:3:1 എന്ന് പറഞ്ഞ റേഷ്യോ പഠിച്ചു. അതിൽ കിട്ടുന്ന ആ പുതിയ 3 ഏതൊക്കെയായിരിക്കും? അല്ലെങ്കിൽ പുതിയ ക്യാരക്ടേഴ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ നമുക്ക് പറയാൻ പറ്റും. ടോൾ ചെടിക്ക് ഗ്രീൻ പോഡ്, ഡോർഫ് ചെടിക്ക് യെല്ലോ. പക്ഷേ ഇവരെ സെൽഫ് പോളിനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ടോളും അതുപോലെ തന്നെ യെല്ലോയും ആയിട്ടുള്ള ചെടിയും കിട്ടും. അതുപോലെ തന്നെ എന്താണ്? ഡോർഫും അതുപോലെ ഗ്രീൻ കളറുള്ള പോടുള്ള ചെടിയും നമുക്ക് കിട്ടും. അതായത് ഇവർ എന്ത് ചെയ്യും? ക്രോസ് ചെയ്യും അല്ലേ? നമുക്കറിയാം അല്ലെ. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ അപ്പിയറൻസ് ഓഫ് ദ ന്യൂ ട്രൈറ്റ് ഇൻ ദ F2 ജനറേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ട്രൈറ്റ്സ് ആർ എന്താണ്? നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ട്രൈറ്റ്സ് ആർ ട്രാൻസ്ഫേർഡ് ഇൻഡിപെൻഡൻ്റ്ലി അല്ലെങ്കിൽ ഇൻഹെറിറ്റഡ് ഇൻഡിപെൻഡൻ്റ്ലി നമുക്ക് പറയാൻ പറ്റും അല്ലേ? അപ്പോൾ ട്രൈറ്റ്സ് ആർ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഈ പറയുന്നതിൽ നിന്ന് ടോളും ഗ്രീനും ഒരുമിച്ചല്ല പോകുന്നത്. ടോള് സെപ്പറേറ്റ് ആയിട്ടും ഗ്രീൻ സെപ്പറേറ്റ് ആയിട്ടുമാണ് പോകുന്നത്. അതാണ് ഇവിടെ പറയുന്ന ട്രൈറ്റുകൾ ഇൻഹെറിറ്റ് ചെയ്യുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ്. അവർ ഇൻഹെറിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് എന്ത് പറ്റും? ടോളിന് വേണമെങ്കിൽ യെല്ലോയുമായിട്ട് ചേരാം, ഡോർഫിന് വേണമെങ്കിൽ ഗ്രീനുമായിട്ടും ചേരാം. അതായത് ടോൾ എപ്പോഴും ഗ്രീനിൻ്റെ കൂടെ ഒരുമിച്ചല്ല പോകുന്നത്. ഇവർ സെപ്പറേറ്റ് ആയിട്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഹെറിറ്റ് ചെയ്യുന്നത്. അത്രയും. ഓക്കെ, അത് എഴുതി വെച്ചാൽ അവിടെ 1 മാർക്കാണ്. അത്ര എഴുതി വെച്ചാൽ മതി. അല്ലാതെ ഇവിടെ ദയവ് ചെയ്ത് 1 മാർക്ക് ചോദ്യത്തിന് പന്നറ്റ് സ്ക്വയർ വരച്ചിട്ടൊന്നും ചെയ്യാൻ നിൽക്കരുത്, സമയം വെറുതെ പോകും. ഓക്കെ, അനലൈസ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. വേരിയേഷൻ ലീഡ് ടു സ്പീസിയേഷൻ. വാട്ട് ഈസ് സ്പീഷിയേഷൻ?
അപ്പോൾ സ്പീസിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ് ഫോർമേഷൻ ഓഫ് എ ന്യൂ സ്പീഷീസ്, ഫോർമേഷൻ ഓഫ് എ ന്യൂ സ്പീഷീസ് ഫ്രം എ കോമൺ ആൻസിസ്റ്റർ അല്ലേ. ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്ന് പുതിയൊരു സ്പീഷീസ് ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ സ്പീസിയേഷൻ എന്ന് പറയുന്നത്. കോസസ് ഓഫ് വേരിയേഷൻ എന്തൊക്കെയായിരിക്കും? ഇവിടെയും നമുക്ക് മ്യൂട്ടേഷൻ പറയാൻ പറ്റും, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് പറയാൻ പറ്റും, നാച്ചുറൽ സെലക്ഷനൊക്കെ കൊണ്ട് നമുക്ക് ഈ പറയുന്ന വ്യത്യസ്തമായിട്ടുള്ള ഗുണങ്ങൾ ഒരു പാരൻറ്റിൽ നിന്ന് തന്നെ ഉണ്ടാകും. അതായത് ഒരു കിളിയിൽ നിന്നുണ്ടാകുന്ന കിളികൾക്ക് ചിലതിന് നീണ്ട ചുണ്ടുണ്ടാകാം, കട്ടിയുള്ള ചുണ്ടുണ്ടാകാം അല്ലേ, ആ ടൈപ്പ്. ഹൗ ഡസ് വേരിയേഷൻ ലീഡ്സ് ടു സ്പീസിയേഷൻ? ബിക്കോസ് the nature select the variation that is useful to that environment or that environment അല്ലെ, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അപ്പോൾ ഫിറ്റായിട്ടുള്ള ഈ പറയുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള ഫേവറബിൾ ആയിട്ടുള്ള സ്പീഷീസ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ട്രൈറ്റിനായിരിക്കും പ്രകൃതി എന്ത് ചെയ്യുന്നത് എപ്പോഴും എന്ത് ചെയ്യുന്നത് സെലക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഐലൻഡിൽ ഒരു കിളി എത്തി, അവിടെ മൊത്തം മരത്തിൻ്റെ മുകളിലാണ് കായ്കളുള്ളതെങ്കിൽ മരത്തിന് മുകളിൽ പറന്നു പോയി ഇര പിടിക്കാൻ പറ്റുന്ന കിളികൾ മാത്രം സർവൈവ് ചെയ്യും, ബാക്കിയുള്ളെല്ലാം ചത്തുപോകും. അപ്പം നേച്ചർ എന്ത് ചെയ്തു? ഈ പറയുന്ന ഗുണമുള്ളതിനെ സെലക്ട് ചെയ്തു. അങ്ങനെയുള്ളവർ ഇവിടെ വളർന്നു. അങ്ങനെയുള്ളവർ വളർന്നു വരുമ്പോഴത്തേക്കും അങ്ങനെയുള്ളവർ മാത്രമായിട്ട് ആ സ്ഥലം മാറും. അപ്പോൾ പുതിയൊരു സ്പീഷീസായിട്ട് അവർ മാറും. അപ്പോൾ വേരിയേഷൻ എങ്ങനെയാണ് സ്പീസിയേഷനിലേക്ക് കൊണ്ടുപോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഫേവറബിൾ ആയിട്ടുള്ള വേരിയേഷൻസ് നേച്ചർ എന്ത് ചെയ്യും? റീറ്റെയിൻ ചെയ്യും, അല്ലെങ്കിൽ പ്രിസർവ് ചെയ്യും, അങ്ങനെ പറയാം. ഓക്കെ, റീഡ്രോ ദ ഡയഗ്രാം ഓഫ് ദ ഐ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഫോർ റീഡ്രോയിങ് ദ ഡയഗ്രാം ഇത് നോക്കി വരയ്ക്കണം. നെയിം ദ പാർട്ട് എ ആൻഡ് ബി. എ കാണുന്നത് എന്താണ്? സീലിയറി മസിലാണ്. ബി കാണുന്നത് എന്താണ്? അത് ബ്ലൈൻഡ് സ്പോട്ടാണ് അല്ലേ, ബ്ലൈൻഡ് സ്പോട്ടാണ്. അടുത്ത്, ഹൗ ഡസ് ദ പാർട്ട് എ റെഗുലേറ്റ് ദ കർവേച്ചർ ഓഫ് ദ ലെൻസ് വെൻ ലുക്കിംഗ് അറ്റ് എ നിയർ ബൈ ഒബ്ജക്റ്റ്? അപ്പോൾ സീലിയറി മസിൽ എന്ത് ചെയ്യും? സീലിയറി മസിൽ ഇവിടെ കോൺട്രാക്ട് ചെയ്യും. അപ്പോൾ മസിൽ എന്ത് ചെയ്യും? റിലാക്സ് ചെയ്യും. അപ്പോൾ കർവേച്ചർ കൂടും. അപ്പോൾ ഈ അടുത്ത് നിന്ന് വരുന്ന ലൈറ്റ് റേസ് എന്ത് പറ്റും? കൃത്യം നമ്മുടെ റെറ്റിനയിലോട്ട് ഫോക്കസ് ചെയ്യും. നമ്മളത് സെപ്പറേറ്റ് പഠിച്ചതാണ്, അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ മതി, മാർക്ക് കിട്ടും. ഓക്കെ, ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതെന്താണ് ഈ പറയുന്ന വിച്ച് പ്രോസസ് ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ ഇല്ലസ്ട്രേഷൻ? എന്താണ്? ഫാഗോസൈറ്റോസിസ് ആണ് ഇവിടെ കാണുന്നത്. ഇല്ലസ്ട്രേറ്റ് ദ സ്റ്റെപ്പ് ഓഫ് ദ ഫോളോയിങ് ഇൻ ദ ഫോം ഓഫ് എ ഫ്ലോ ചാർട്ട്. അപ്പോൾ എന്ത് പറ്റും? അപ്പോൾ എന്താണ് നടക്കുന്നത്? ഈ പറയുന്ന പാത്തോജൻസ്, ഓക്കെ, ഈ പറയുന്ന പാത്തോജൻസ് വരുന്നു, റിസപ്റ്റേഴ്സ് അതിനെ എന്ത് ചെയ്യുന്നു? ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അപ്പോൾ ആര് വരും? ഫാഗോസോമുകൾ വരും അല്ലേ. എന്താണ്? നമ്മുടെ ഫാഗോസോമുകളായിട്ട് മാറും. ഇതാണ് ഫാഗോസോം എന്ന് പറയുന്നത് അല്ലേ, ഇതാണ് ഫാഗോസോമും പിന്നെ ആരുമായിട്ട് ചേരും? ലൈസോസോമുമായിട്ട് ചേരും. അപ്പോൾ എന്താണ്? ഫാഗോ ലൈസോസോമായിട്ട് മാറും. ഈ ഇതങ്ങ് ഓർഡർ എഴുതിയാൽ മതി. അപ്പോൾ ആദ്യം പാത്തോജൻസ് വരുന്നു, റിസപ്റ്റേഴ്സ് തന്നെ എന്ത് ചെയ്യുന്നു? ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഫാഗോസോമുകൾ നമ്മുടെ ഏതൊക്കെയാണ് ഇൻഗൾഫ് ചെയ്യുന്ന ആൾക്കാർ വരുന്നു, അവരെന്ത് ചെയ്യുന്നു? ഫാഗോസോമുകളായി മാറുന്നു. ഇൻഗൾഫ് ചെയ്ത് ഫാഗോസോമായിട്ട് മാറും. ഫാഗോസോമിൽ ലൈസോസോം ചേരുമ്പോഴത്തേക്കും ഫാഗോ ലൈസോസോം ആകും. ഫാഗോ ലൈസോസോമിൽ ലൈസോസോം ഇതിനെ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്ത് ഈ പറയുന്ന വേസ്റ്റിനെ എലിമിനേറ്റ് ചെയ്യും. അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ അവിടെ 2 മാർക്ക് കിട്ടും. ഓക്കെ, 14A, ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ഹോർമോൺസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. സ്റ്റോർഡ് ഇൻ ദ പോസ്റ്റീരിയർ ലോബ് ഓഫ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ ദ വാട്ടർ ബാലൻസ്. അപ്പോൾ അറിയാമല്ലോ, ഹൈപ്പോതലാമസ് ഉണ്ടാക്കി പോസ്റ്റീരിയറിൻ്റെ പിറ്റ്യൂട്ടറിയിൽ 2 ഹോർമോൺസ് സ്റ്റോർ ചെയ്യും. അതിൽ വാട്ടർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണ്? ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ ആയിട്ടുള്ള വാസോപ്രസിൻ അല്ലെ. എന്താണ്? വാസോപ്രസിൻ ആണ്. വിച്ച് ഹോർമോൺ ഇസ് മെൻഷൻഡ് ഹിയർ? വാസോപ്രസിൻ അല്ലെങ്കിൽ ADH. വിച്ച് ഗ്ലാൻഡ് പ്രൊഡ്യൂസസ് ഇറ്റ്? പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? അത് ഹൈപ്പോതലാമസ് അല്ലെ. അതാരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹൈപ്പോതലാമസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. How does this hormone maintain water balance in the body during the summer and winter? So during summer, അപ്പോൾ നമ്മൾ ആദ്യം സമ്മർ എന്ന് എഴുതുക. ഡ്യൂറിങ് സമ്മർ പ്രൊഡക്ഷൻ ഓഫ് ADH എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. സോ വാട്ടർ എന്ത് ചെയ്യും? റീഅബ്സോർബ് ചെയ്യും. സോ യൂറിൻ്റെ അളവ് എന്ത് ചെയ്യും? കുറയും. അടുത്ത ഡ്യൂറിങ് വിൻ്റർ ടെമ്പറേച്ചർ കുറവാണ്, സ്വെറ്റിംഗ് കുറവാണ്, വെള്ളത്തിനുള്ള ആവശ്യത്തിനുണ്ട്. ADHൻ്റെ അളവ് എന്ത് ചെയ്യും? കുറവായിരിക്കും. റീഅബ്സോർപ്ഷൻ കുറവായിരിക്കും. യൂറിൻ്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും? കൂടുകയും ചെയ്യും. ഇത്രയും. 4 question. Evaluate the statement related to hormone disorder and answer the question. Related to growth hormone ആണ്, occur during the growth period ആണ്. Name the hormonal disorder mentioned here. അപ്പോൾ ഗ്രോത്ത് ഫേസിൽ ഈ പറയുന്ന ഗ്രോത്ത് ഹോർമോൺ സൊമാറ്റോട്രോഫിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എന്താണ്? ജൈജാൻറ്റിസവും അതുപോലെ തന്നെ എന്താണ്? ഡ്വാർഫിസവും ആണ് അല്ലെ. ഡ്വാർഫിസവും ജൈജാൻറ്റിസവും. റൈറ്റ് ദ കോസസ്. ജൈജാൻറ്റിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊമാറ്റോട്രോഫിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നു. ഡ്വാർഫിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊമാറ്റോട്രോഫിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നു. സിംറ്റംസ് എന്താണ് ജൈജാൻറ്റിസത്തിൽ? അബ്നോർമൽ ലെങ്ത് ഓഫ് ലിംസ്, ചിൻ എന്ന് പറയാൻ പറ്റും. ഡോർഫിസോണിൽ എന്താണ്? സ്റ്റാൻഡേർഡ് ഗ്രോത്ത്.
അടുത്ത ചോദ്യം, ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ഓഫ് ദ മെയിൻ സ്റ്റേജ് ഓഫ് ദ ടെക്നോളജി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഇവിടെ കാണുന്ന ടെക്നോളജി ഏതാണ്? ഇത് ക്രിസ്പർ ടെക്നോളജിയാണ് അല്ലേ? ഇതെന്താണ്? ക്രിസ്പർ ടെക്നോളജിയാണ്. വിച്ച് പാർട്ട് ഈസ് ഇൻഡിക്കേറ്റഡ് ആസ് എക്സ്? എക്സ് കാണിച്ചേക്കുന്നത് എന്താണ്? അത് ഗൈഡ് RNA ആണ് അല്ലേ? gRNA ആണ്. ഇൻഡിക്കേറ്റഡ് ആസ് വൈ കാണിച്ചുള്ള ഏതാണ്? അത് കേസ് 9 അല്ലേ? കേസ് 9 പ്രോട്ടീൻ ആണ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത് gRNAയുടെ ഫംഗ്ഷനും കൂടെ ചോദിച്ചിട്ടുണ്ട് അല്ലേ? വിച്ച് സ്റ്റേജ് ആണ് യൂസ് ചെയ്യുന്നത്? ഇത് ഐഡന്റിഫിക്കേഷൻ സ്റ്റേജ് ആണ് അല്ലേ? ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ സീക്വൻസ്. കേസ് 9 പ്രോട്ടീൻ്റെ ഫംഗ്ഷൻ എന്താണ്? ടു കട്ട് ദ DNA സീക്വൻസ് അല്ലെ? കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്ടീരിയകളിൽ നിന്ന് നമ്മളെടുത്ത ടെക്നോളജിയാണ് ക്രിസ്പർ ടെക്നോളജി എന്ന് പറയുന്നത്. 16, ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. നോ നീഡ് ടു ഡ്രോ ദ ഡയഗ്രാം. ഇഫ് ദർ ഈസ് എനി മിസ്റ്റേക്ക് ഇൻ ദ ലേബലിംഗ് കറക്റ്റ് ഇറ്റ് ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. മിഡ് ബ്രെയിൻ തലാമസ്, ഇത് തലാമസ് അല്ല, ഇത് പോൺസ് ആണ്. പോൺസ്. സെറിബ്രമാണ്, ഇത് മെഡുലോ ഒബ്ലാങ്കട്ട അല്ല, ഇതെന്താണ്? സെറിബെല്ലമാണ്. അപ്പം 3ഉം 4ഉം തെറ്റാണ്. 3 പോൺസ് ആണ്, 4 സെറിബെല്ലം. വാട്ട് ആർ ദ ഫംഗ്ഷൻ ഓഫ് ദ കറക്റ്റഡ് പാർട്സ്? പോൺസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? മെയിനായിട്ട് നമ്മുടെ ഐയുടെ മൂവ്മെൻറ്റുകൾ, വെന്റിലേഷൻസ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. സെറിബെല്ലം ആണെങ്കിൽ എന്താണ്? ബോഡിയുടെ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ബാക്കി 2 ഫംഗ്ഷൻസ് കൂടെ എഴുതിക്കാണ്. 2 മാർക്കാണ്, 2 വെച്ച് എഴുതുക. ഹൗ ഈസ് ദ ബ്രെയിൻ പ്രൊട്ടക്റ്റഡ്? സ്കള്ള്, അതുപോലെ മെനഞ്ചസും സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡും കൂടെ ഹെൽപ്പ് ചെയ്യും. 3ൻ്റെ പേര് എഴുതിയാൽ തന്നെ 1 മാർക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. നോ നീഡ് ടു ഡ്രോ ദ ഡയഗ്രാം. പേരൻ്റെ കാര്യം ഒന്ന് എഴുതിയാൽ മതി നിങ്ങൾ. നെയിം ദ പാർട്ട് എ ആൻഡ് ബി. എ എന്താണ്? അത് സെൻട്രൽ കനാലാണ് അല്ലേ? എന്താണത്? സെൻട്രൽ കനാലാണ്. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബി എന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? സ്പൈനൽ നെർവ് എന്ന് പറയാം അല്ലേ? സ്പൈനൽ നെർവ്. അകത്തോട്ട് വേണോ പുറത്തോട്ട് വേണമെന്ന് കാണിക്കാത്തതുകൊണ്ട് സ്പൈനൽ നെർവ് എന്ന് പറഞ്ഞാൽ മതി. ഐഡന്റിഫൈ ദ ഫ്ലൂയിഡ് ഇൻ ദ ലേബിൾഡ് പാർട്ട് എ. എ കാണുന്ന ഫ്ലൂയിഡ് ഏതാ? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്, CSF ആണ്. ഫംഗ്ഷൻ എന്താണ്? പ്രൊവൈഡ് ന്യൂട്രിയൻസ്, എലിമിനേറ്റ് വേസ്റ്റ്. 2 മെയിനായിട്ട് എഴുതിയാൽ മതി. പാർട്ട് ബി ഈസ് ഹൗ പാർട്ട് ബി ഈസ് ഫോംഡ്. വാട്ട് ഈസ് ദിസ് ഫംഗ്ഷൻ? പാർട്ട് ബി എന്താണ്? സ്പൈനൽ നെർവ് ആണ്. അതിനകത്ത് എന്താണ്? ഡോർസൽ റൂട്ട് ഉണ്ട്, വെൻട്രൽ റൂട്ട് ഉണ്ട്. ഡോർസൽ റൂട്ട് ഒരു മെസ്സേജ് അകത്തോട്ട് വരും, വെൻട്രൽ റൂട്ട് ഒരു മെസ്സേജ് പുറത്തോട്ട് പോവുകയും ചെയ്യും. ഓക്കെ, അടുത്ത 17ാമത്തെ ചോദ്യം. ദ ഗ്രാഫ് ഷോസ് ദ ഫാസ്റ്റ് ബ്ലഡ് ഷുഗർ ലെവൽ ഓഫ് 3 ഇൻഡിവിജ്വൽസ്. ഗിവൺ അനലൈസ് ഇറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ കണ്ടാൽ തന്നെ അറിയാം, എയുടെ ഫാസ്റ്റ് ബ്ലഡ് ഷുഗർ 100-ലാണ്, ബിയുടെ ഏതാണ്ട് 60-നകത്താണ്. പക്ഷേ ബിയുടെ മാത്രം 180 അപ്പോൾ ബിക്ക് എന്തുണ്ട്? ഡയബറ്റീസ് ഉണ്ട്. വിച്ച് പേഴ്സൺ ഹാസ് ഡയബറ്റീസ്? ഹൗ ക്യാൻ ഇറ്റ് ബി ഐഡന്റിഫൈഡ്? ആർക്കാ ഡയബറ്റീസ് ഉള്ളത്? ബി ഹാസ് ഡയബറ്റീസ് ബിക്കോസ് ദ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഈസ് 180. 70 to 100-നകത്ത് അല്ലേ വരാൻ പാടുള്ളൂ. ഇത് എത്രയുണ്ട്? ഇത് 180 ഉണ്ട്. സോ ഷുഗർ ഉണ്ട്. Further testing revealed that the patient has type 1 diabetes. What does this mean? Type 1 diabetes occurs due to the decrease in the production of insulin. ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് കാരണം ഉണ്ടാകുന്നതാണ് type 1 diabetes. What is the reason for the increase in the type 2 diabetes in children? Type 2 diabetes ചിൽഡ്രനിൽ ഉണ്ടാകുന്ന റീസൺ എന്താണ്? ജങ്ക് ഫുഡ്, സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ. 2 ഇതിൽ എഴുതി വയ്ക്കുക. നിങ്ങൾക്ക് ഈ പറയുന്ന ആഹാരം മോശമാണ്, പുറത്തുനിന്നുള്ള ഫുഡ്, ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറവ്, ഇതൊക്കെയാണ് കാരണം. റൈറ്റ് എനി 2 കോൺസിക്വൻസസ് ദാറ്റ് ക്യാൻ ഒക്കർ ഇഫ് ഡയബറ്റീസ് ഇസ് നോട്ട് കൺട്രോൾഡ്. ഡയബറ്റിക് റെറ്റിനോപ്പതി, ഹാർട്ട് ഡിസീസ്, അങ്ങനെ ഏതെങ്കിലും ഡിസീസ് നിങ്ങൾക്ക് 2-3 പറയാനായിട്ട് പറ്റും. പക്ഷേ ഈ ചോദ്യപേപ്പർ കുറച്ച് എളുപ്പമുള്ള ചോദ്യപേപ്പറായിട്ടാണ് തോന്നുന്നത്. അല്ല, ഡയറക്റ്റ് ചോദ്യങ്ങളാണ്. നമുക്കങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. സോ നമുക്കിന്ന് ഇത്രയും മതി. ഇനി വരുന്ന ക്ലാസ്സുള്ള കെമിസ്ട്രി, അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഫിസിക്സ്, കെമിസ്ട്രി, സോഷ്യൽ സയൻസ് ഓരോന്നിൻ്റെയും മോഡൽ ചോദ്യപേപ്പർ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കാം. നിങ്ങൾ ഇടയ്ക്കിടയ്ക്കായിട്ട് എന്ത് ചെയ്യുക? ചോദ്യപേപ്പർ വർക്കൗട്ട് കൂടെ ചെയ്ത് പോകുന്നത്. പഠിക്കുന്ന ട്രാക്ക് നിങ്ങൾ കറക്റ്റിലാണോ എന്നൊക്കെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇനി വരുന്ന ക്ലാസ്സുകളിലും ചോദ്യപേപ്പറുമായിട്ട് വരുന്നതായിരിക്കും. സോ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.